ഡിഗ്രി ഹെൽപ്പറിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി BA ഹിസ്റ്ററി 5th സെമ്മിലെ കേരള ഹിസ്റ്ററിയുമായി ബന്ധപ്പെട്ട 3 പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണെന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ആദ്യത്തെ തന്നെ ആനമുടി നമുക്ക് നോക്കാം. ആനമുടിയെക്കുറിച്ച് നോക്കി നോക്കാം. ആനമലയുടെ ഭാഗമായ ആനമുടിയുടെ ഉയരം 2695 മീറ്ററാണ്. പശ്ചിമഘട്ടത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് ആനമുടി. എറണാകുളം ജില്ലയിലെ കോതമംഗലം താലൂക്കിൻ്റെയും ഇടുക്കി ജില്ലയിലെ ദേവികുളം താലൂക്കിൻ്റെയും അതിർത്തിയിലാണ് ആനമുടി സ്ഥിതി ചെയ്യുന്നത്. ആനമലയിൽ നിന്നും ശബരിമല, പൊന്മുടി, അഗസ്ത്യാമുടി, മഹേന്ദ്രമുടി വഴി തെക്കോട്ട് നീണ്ടുപോകുന്ന പശ്ചിമഘട്ടം ഒടുവിൽ തമിഴ്നാട്ടിൽ കന്യാകുമാരി ജില്ലയിലെ ആലുവാമൊഴിയിൽ എത്തിച്ചേരുന്നു. ഇത്രയും കാര്യങ്ങൾ മതി. 2 മാർക്കിനാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മതി നമ്മുടെ ആനമുടിയെക്കുറിച്ച്. അടുത്തായിട്ട് നമുക്ക് നോക്കാം ഭാരതപ്പുഴ. തമിഴ്നാട്ടിലെ ആനമലയിൽ നിന്നും രൂപം കൊള്ളുന്ന ഭാരതപ്പുഴ കേരളത്തിലെ പാലക്കാട്, മലപ്പുറം, തൃശ്ശൂർ ജില്ലകളിലൂടെ ഒഴുകി പൊന്നാനിയിൽ വെച്ച് സമുദ്രവുമായി സംഗമിക്കുന്നു. നീളാനദി എന്നും പേരുണ്ട് ഭാരതപ്പുഴയ്ക്ക്. ഇത് ഭാരതപ്പുഴയുടെ തീരത്തെ തിരുനാവായിൽ വെച്ചായിരുന്നു മധ്യകാല കേരളത്തിലെ ഏറ്റവും വലിയ ആഘോഷമായിരുന്ന മാമാങ്കം നടത്തപ്പെട്ടിട്ടുള്ളത്. അതായത് നമ്മുടെ പാലക്കാട് ചുരത്തിലൂടെ ഒഴുകുന്ന നദിയാണ് ഏതെന്ന് പറയുന്നത് ഭാരതപ്പുഴ എന്ന് പറയുന്നത്. നമ്മുടെ രണ്ടാമത്തെ നീളം കൂടിയ രണ്ടാമത്തെ നദിയാണ് ഭാരതപ്പുഴ. 209 കിലോമീറ്ററാണ് ഭാരതപ്പുഴയുടെ നീളം എന്ന് പറയുന്നത്. അടുത്തതാണ് പെരിയാർ. അതായത് നമുക്കറിയാം കേരളത്തിൽ 44 നദികളാണുള്ളത്. അതിലെ ഏറ്റവും നീളം കൂടിയ നദിയാണ് പെരിയാർ എന്ന് പറയുന്നത്. പെരിയാർ നദിയുടെ ഉത്ഭവം എന്ന് പറയുന്നത് കേരള തമിഴ്നാട് അതിർത്തിയിലെ ശിവഗിരി കുന്നുകളിലാണ്. ആലുവയിലെത്തുമ്പോൾ 2ആയി പിളരുന്ന പെരിയാറിൻ്റെ ദക്ഷിണ കൈവഴി വീണ്ടും 2ആയി പിരിഞ്ഞ് ഒരു ഭാഗം വാരാപ്പുഴയിൽ വെച്ച് സമുദ്രത്തിൽ ലയിക്കുമ്പോൾ മറ്റൊരു ഭാഗം തൃപ്പൂണിത്തുറയിൽ വെച്ച് കായലിലൂടെ സമുദ്രത്തിലേക്ക് എത്തിച്ചേരുകയാണ് ചെയ്യുന്നത്. വടക്കൻ കൈവഴി കൊടുങ്ങല്ലൂരിൽ വെച്ച് കായലിലൂടെ അറബിക്കടലിൽ എത്തിച്ചേരുന്നു. പെരിയാറിൻ്റെ തീരത്തെ കാലടിയാണ് ശങ്കരാചാര്യരുടെ ജന്മസ്ഥലമായി കണക്കാക്കപ്പെടുന്നത്. അപ്പോൾ നമ്മൾ 3 ക്വസ്റ്റ്യൻസ് ആണെന്ന് ഡിസ്കസ് ചെയ്തത്. അപ്പം നിങ്ങൾ വൃത്തിയിൽ നോക്കുക. നമുക്ക് പുതിയ വീഡിയോയിലൂടെ പുതിയ ക്വസ്റ്റ്യൻസുമായിട്ട് പരിചയപ്പെടാം. അപ്പം എല്ലാവരും വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ഓക്കെ, താങ്ക്